Hey, hello guys, welcome back to my channel. It's me, Grass of IT. അപ്പോൾ ഇന്നത്തിരിക്കുന്നത് ഒരു യു എഫ് എൽ ഗെയിം പ്ലേ ആയിട്ടാണ് ഗെയിംസ്. അപ്പോൾ യു എഫ് എൽ എന്ന് പറയുന്ന ഗെയിം ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ എന്നെ ഫോളോ ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് അത് ഇറങ്ങി മൊബൈലിൽ. ഞാനിപ്പോൾ കളിക്കാൻ നിൽക്കുകയാണ് ഗെയ്സ്. നമ്മളൊരു ടീം ഉണ്ടാക്കി ഇതൊരു കരിയർ മോഡാണ്. ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാ വിശേഷങ്ങളും പറഞ്ഞുതരാം. 4 മാച്ചസ് കഴിഞ്ഞു. അല്ല, 3 മാച്ചസ് ആയിരുന്നു. 2 മാച്ചസിൽ ഒന്ന് ഡ്രോ, ഒന്ന് വിജയം, ഒന്ന് അല്ല ഒന്ന് ഒന്ന് വീണ്ടും വിജയം. അപ്പം 2 വിജയം 1 ഡ്രോയും ആയി. അപ്പൊ ഗേസ്, നെക്സ്റ്റ് ഡ്രോ അവിടെ പ്ലേ കരിയർ തുടങ്ങി, ഞാനിവിടെ ടീം കരിയർ തുടങ്ങി. ഓക്കെ, ദാറ്റ്സ് ദ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് അതിന്റെ പ്ലേ ആയിട്ടാണ് ഗേസ്. അപ്പം ഗേസ് ഇവിടെ MB ഇതായിക്കൊണ്ടിരിക്കുകയാണ്. 53 MB ആയി, 56 MB ആയി, 229 MB ആകുമ്പോഴാണ് പരിപാടി ഒക്കെയാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ വെരി ഹൈലിട്ടേക്കാണ് ഗ്രാഫിക്സ്. അപ്പോൾ ഇതായിക്കഴിഞ്ഞാൽ ഉടനെ ബാക്ക് ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു തരാം ഓൾ ദ തിങ്സ് ഐ ഹെഡ് ടു. ഓക്കെ, അപ്പം ജസ്റ്റ് ഇതൊന്ന് മാറിയ ഇപ്പം തന്നെ പറഞ്ഞുതരാം ഗൈസ്. ഞാനിപ്പോൾ പെർഫോമൻസ് ഇട്ടിരിക്കുന്ന FPS 60 ആണെങ്കിൽ സൈഡ് ഓണോ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ബട്ട് നോക്കാം ഗീസ്. അപ്പം 54. ഓക്കെ, മൂവിങ് ആണ്. ഓക്കെ, അപ്പോൾ ഗീസ് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ടീമിൻ്റെ പേര് ഗ്രീക്ക് ടൈറ്റൻസ് എന്നാണ്. അപ്പോൾ ഗീസ് നമ്മുടെ ടീമിൻ്റെ ജേഴ്സി അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. നമ്മുടെ സ്ട്രൈക്കർ ഹാവേർട്സ് ആണ്. ടീം മൊത്തം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗീസ് ഇത് ഫസ്റ്റ് പാർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. എന്നാലും ഞാൻ സെക്കൻഡ് പാർട്ട് ഇടും, അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യും. ലൈക്ക് ചെയ്താൽ സന്തോഷം, സബ്സ്ക്രൈബ് ചെയ്താൽ അതിലും സന്തോഷം. ഓക്കെ, അപ്പം എന്തായാലും നേരെ ബാക്ക് ഇറങ്ങി. ഇപ്പം ഹൈ ഗ്രാഫിക്സ് ആവുന്നുണ്ടായിരിക്കും. ആയി കഴിഞ്ഞാൽ ഉടനെ ഇതാവും. ഓക്കെ, ഹൈ ഗ്രാഫിക്സ് ആയിട്ടുണ്ടാവും. ഇപ്പം സ്ക്രീൻ കാണിക്കുന്നില്ല ഗ്രാഫിക്സ് പറയുമ്പോൾ. വാട്ട് ഹാപ്പണിങ് ഈസ് ഇതാണ്ട് ഗ്രീക്ക് ടൈറ്റൻസ്. ഇതാണ് നമ്മുടെ ക്ലബ്ബ്. അപ്പം ക്ലബിൽ ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മുടെ ടീം. നമ്മുടെ ജർമ്മൻ സ്ട്രൈക്കറാന്ന് തോന്നുന്നു, അല്ല ബെൽജിയം സ്ട്രൈക്കർ ഹാവേർട്സ്. പിന്നെ ഗോഡ്സൺ കെയ്റമെഹെ ആണ് നമ്മുടെ റൈറ്റ് വിങ്. ലെഫ്റ്റ് വിങ് ആയിട്ട് കളിക്കുന്ന ന്യൂസ. സെൻട്രൽ മിഡായിട്ട് കളിക്കുന്ന 63 ഓവറുള്ള വെർണിറ്റ്സ്നിക്. ഓക്കെ, 83 ഓവറുള്ള സൗസകാണ് സെൻട്രൽ മിഡായിട്ട് രണ്ടാമത് കളിക്കുന്നത്. വീണ്ടും സെൻട്രൽ മിഡായിട്ട് കളിക്കുന്നത് ലീ ആണ്, കൊറിയൻ പ്ലെയർ ലീ. പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നത് മിഷലാണ്, USA ഓസ്ട്രേലിയ ഏതെങ്കിലും ആയിട്ട്. പിന്നെ സെൻട്രൽ ബാക്കായിട്ട് കളിക്കുന്നത് ക്രിസ്റ്റൻസൺ. ഗോൾ കീപ്പർ ട്രൂബി. ഓക്കെ, രണ്ടാമത്തെ സെൻട്രൽ ബാക്ക് മിലൻ കോവിച്ച്. ഡിയാഗോ ട്രവാസസ് റൈറ്റ് ബാക്ക്. ഓക്കെ, റൈറ്റ് ബാക്കും പിന്നെ കുറച്ച് പരിപാടികളൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഗീസ് ഇപ്പോൾ കിടക്കുന്ന ഹൈ ഗ്രാഫിക്സിലാണ്. എത്രത്തോളം ലാഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഗീസ് നമ്മൾ കരിയറിലോട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കളി നമ്മൾ ഇനി അടുത്ത കളി വരുന്നത് വെർസോ ലീജിയൺ FC ആയിട്ടാണ്. നമ്മളിപ്പം 1254 ഓവറാണ്. നമ്മൾ 2ാം സ്ഥാനത്ത് തന്നെ ഉണ്ട്, വലിയ ഇതില്ലാതെ. ഓക്കെ, അപ്പം ഇനി ഫൈനലൊക്കെ വരും. വ്യൂ സീസൺ സ്റ്റാർട്ട്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അടുത്ത ഫിക്സ്ചറിലോട്ട് പോവാം. റിവാർഡ് ഒന്ന് ക്ലെയിം ചെയ്തതാ. ഓക്കെ, സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഫിക്സ്ചർ വേഴ്സസ് വേർസോ ലിജിയൻ. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ ആദ്യത്തെ കളിയായിരിക്കും കാണുന്ന, പക്ഷേ ഇതെൻ്റെ 4ാമത്തെ കളിയാണ് ഗൈസ്. അവിടെ വിഷയമാണല്ലോ. അവിടെയും ഇവിടെ 83 ഓവിയറുള്ള ഗോൾ കീപ്പറാണ് രണ്ടുപേരും. ഓക്കെയാണ്. ഓക്കെ, നമുക്ക് ഇവര് ഇച്ചിരി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമാണ്, പക്ഷെ നമ്മുടെ അത്ര ഇല്ല. അപ്പം ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ഗെയിം. ഓക്കെ, ലോഡായിട്ട് വരും. ലോഡായി ഇപ്പോൾ വരും. ഓ ഗൈസ്, അല്ലാത്ത ഗ്രാഫിക്സ് കളിച്ചപ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര ആയിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, ഈ ഗെയിം എന്തായാലും ഫിഫയെക്കാട്ടിലും ബെസ്റ്റാന്ന് ഞാൻ പറയും. ഗൈസ് ഇത് ഇത്തിരി എളുപ്പമായി ഇപ്പം. ഓ ഗൈസ്, പോയി ബോള് പോയി. ഗോൾ! ഗൈസ്, കളിയുടെ 3ാമത്തെ മിനിറ്റിൽ തന്നെ വാശിയേറിയ പോരാട്ടത്തോടെ നമ്മുടെ ഹാവേർട്സ് ഒരു
അൺപ്രഡിക്റ്റബിൾ അറ്റാക്ക് വഴി ഗോൾ അടിച്ചിരിക്കുന്ന കേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജേഴ്സി. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോം ജേഴ്സി. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് ഗോൾ വീണിരിക്കുകയാണ്. ഫസ്റ്റ് ഗോൾ ഓഫ് ദ സീസൺ ഫോർ യു. എനിക്കിത് ഫസ്റ്റ് ഗോളല്ല. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഇത് ഫസ്റ്റ് ഗോളായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പം ഗ്രീക്ക് ടൈറ്റൻസ് വേഴ്സസ് ഈ ടീം ഇത്തിരി ഞാൻ ഫേസ് ചെയ്തതിൽ ഏറ്റവും സിമ്പിൾ ടീമായിട്ട് എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് നോ വൈ, ബട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഓ ഗേസ്, ഓഫായി. ഹൈ ഗ്രാഫിക്സ് ഇട്ടപ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഈ ഗെയിമിന്. ഓക്കെ, എന്തായാലും ഗ്രീക്ക് ടൈറ്റൻസിന്റെ ആദ്യത്തെ ഗോൾ വീണിരിക്കുകയാണ്. ഓക്കെ, ബോൾ ഇന്റർസെപ്റ്റഡ്. ഓക്കെ, ഹാവേർട്സ്, വീണ്ടും. ഓ നോ. ഹാവേർട്സ്. ഓ സേവ്. ഷൂട്ട് ഇത്തിരി കൂടെ പവറിലടിക്കണം. കുഴപ്പമില്ല. എന്താണ് നടക്കാൻ പോകുന്ന അറിഞ്ഞൂടാ. അവന്മാര് ഗോൾ അടിക്കുമോ കണ്ടറിയാം. ഡിഫൻഡ് പൊട്ടുവോ? ഇല്ല, പൊട്ടിയില്ല. രക്ഷപ്പെട്ടെന്തോ ഫൈറ്റ്. ഡിഫൻസ് പൊട്ടിയിരുന്നേ തേനേ നൈസ്. ബോളി എടാ, കൊണ്ട് കളഞ്ഞ് നുസ കൊണ്ട് കളഞ്ഞ്. നുസയൊക്കെ ചത്തിരിക്കുവാന്ന് തോന്നുന്നു മൊത്തത്തിൽ. കുറെ എണ്ണം ചത്തിരിക്കുവോ മൊത്തത്തിൽ. നമ്മൾ ബോളിന്റെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നൈസ് പാസ് ടു നുസ ഇത് കളയരുത്. നുസ കൊണ്ട് കളഞ്ഞ്. അങ്ങനെ തന്നെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ അങ്ങനെ വിളിക്കുന്നുള്ളൂ. ഹാവേർട്സിന് ബോൾ കിട്ടിയിരിക്കുകയാണ്. അയ്യോ, നുസ വീണ്ടും കൊണ്ട് കളഞ്ഞു. നുസ മൊത്തം ഭയങ്കര ഒരുപാട് കളി നുസ. ഓക്കെ. വെർണി, ഇവനെയൊക്കെ എങ്ങനെ വെർണിന്ന് വയ്യ. നമുക്ക് വെർണി കൊണ്ട് കളഞ്ഞു. ഗോൾ. പൊട്ടന്മാര് അവന്മാര് അവിടെ കൊണ്ട് കളഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ ഗോളായനെ. മെലക്കോവിച്ചിന് കിട്ടി. മിഷൽ കൊണ്ട് കളഞ്ഞു. ടാക്കിൾ ചെയ്യാൻ പോയതാണ്. ടാക്കിൾ ചെയ്തു, പക്ഷേ റെഫറി ഫൗൾ വിളിച്ചില്ല. ഒരു മിനി ഹാർട്ട് അറ്റാക്ക് വന്നു. ഓക്കെ, കിക്ക്. ഇതിന്റെ അകത്ത് സിമ്പൽ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഓ നോ. അവന്മാര് പുറത്തടിച്ച് കളയുന്നോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു. ഇത് അത്യാവശ്യം ഒരു നല്ലൊരു ഡിഫിക്കൽട്ടിയാണ്. ഏതാണെന്ന് ഞാൻ നോക്കിയില്ല. എന്തായാലും ഒരു നല്ലൊരു ഡിഫിക്കൽട്ടി ആണെന്ന് മനസ്സിലായില്ലേ. അവന്മാര് വീണ്ടും ബോൾ എടുത്ത്. ഇപ്രാവശ്യം അവന്മാര് നമ്മളെ പണിഷ് ചെയ്യും. സ്ലൈഡ്, ടാക്കിൾ. ട്രൂബിൻ പിടിച്ച്. ഞാൻ വിചാരിച്ച് കളി തോറ്റെന്ന്. ട്രൂബിൻ പിടിച്ച്. ഓക്കെ ഗൈസ്, എനിക്കിത് കളിക്കുമ്പോൾ എന്തോ FIFA 15 കളിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നു ഇതിൻ്റെ അകത്ത്, മൊബൈലിൻ്റെ അകത്ത്. ഹാവേർട്സ് കൊണ്ട് കളഞ്ഞ്. എല്ലാവരും സബ് ചെയ്യേണ്ട ആവശ്യം വരും മിക്കവാറും. ഇപ്പം എല്ലാവരും സബ് ചെയ്യേണ്ടി വരും. കാരണം അമ്മാര് അൽഫോൺസോ ആസിസ് അവനെയൊക്കെ വരുത്താം. സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്താൻ പോവുകയാണ് ഞാൻ. അപ്പം എന്തായാലും അറ്റാക്ക് ഇപ്പം നിൽക്കുന്ന ഇവന്മാരാണ്. നമുക്ക് സെൻട്രൽ മിഡ് മാറ്റിക്കൊണ്ടുവരണം. നമുക്ക് സ്ട്രൈക്കറിനെയാണ് മാറ്റേണ്ടത്. CDM ഇവൻ പോയി. ഇവനെ നമുക്ക് മാറ്റി ഇവനെ വരുത്താം. ഓവറോളൊക്കെ കുറവാണ്, പക്ഷെ എന്നാലും ഇപ്പോൾ വരുത്തിയേ പറ്റൂ. അത് കാരണമാണ് കേസ്. ആളുടെ സ്റ്റാമിന തീരാൻ വയ്യ. അത് കാരണമാണ്. സ്ട്രൈക്കർ ആകെ അറ്റാക്ക് കുറച്ച് വരെ ഉള്ളൂ. രണ്ടുപേരും ലോ ഡൗൺ ആയി. ഇവനെ വരുത്താൻ പറ്റത്തില്ല. ഗേസ് സബ് ഇൻ പ്രോഗ്രസ്. ഗേസ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഗേസ് അത് പോയി. അത് കഴിഞ്ഞു. 46 മിനിറ്റ് ആയി. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇപ്പോൾ തീരും. വാൾ ജമ്പ്. അടിപൊളി ഫ്രീ കിക്കായിരുന്നു ഗേസ്. പറയാതിരിക്കാൻ വയ്യ ഗേസ്. ഇപ്പം ഫസ്റ്റ് ഹാഫ് തീരും. വിസിലടിച്ചു. ഗേസ് ഫസ്റ്റ് ഹാഫ് വിസിലടിച്ചു. ഗ്രീക്ക് ടൈറ്റൻസ്, അതായത് നമ്മുടെ ടീം ഇപ്പം 1-0 ലീഡിങ്ങിലായിരുന്നു. ഹാവേർട്സിന്റെ ആ ഒരു ഫസ്റ്റ് മിനിറ്റ് ഗോളാണ് നമ്മൾ ഇതുവരെ ഒരു കുശൽ ലീഡിൽ നിർത്തിയേക്കുന്നത്. ഹൈ ഗ്രാഫിക്സ് ഇട്ടപ്പോൾ വിഷയം കേട്ടാ. അൾട്ടിമേറ്റ് ഇട്ടപ്പോൾ എന്നാലും വെരി ഹൈ ഇട്ടാ. നേരത്തെ ഞാൻ കളിച്ചോണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒന്നല്ലായിരുന്നു. നമ്മുടെ ജേഴ്സി എങ്ങനെ ഉണ്ട് ഗീസ്? റേറ്റ് ചെയ്യാം. ഓക്കെ, 1-0 അവിടുത്തെ ഗോൾ കീപ്പർ എന്തൊക്കെയോ പോയി അവിടെ എന്തൊക്കെയൊക്കെ പറയുന്നു. എന്താന്ന് മനസ്സിലായില്ല ഗീസ്. ആരും ഓക്കെ അല്ല, ഇപ്പം മൊത്തത്തിൽ പോയിരിക്കുകയാണ്.
എല്ലാവരും ഓറഞ്ചും റെഡും ഒക്കെ ആയി. റെസ്റ്റ് വേണം ഗൈസ്, റെസ്റ്റ് വേണം. ടീം ഒന്ന് മാറ്റുന്നുണ്ട്. ഞാൻ കുറച്ച് റെസ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. ഓ ഓ ഗോള! ഓ രക്ഷപ്പെട്ട് ഗൈസ്, രക്ഷ പെട്ടെന്ന് പറയാലോ അല്ലേ, അതെനിക്ക് പറയാൻ പറ്റും. ഡാഷ്. ഓക്കെ 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 ഓക്കെ. ഏ ഓരോ 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 ഓരോ. ഓക്കെ ഗൈസ്, ഹാവേർട്സിന്റെ ഒരു അവസരം, ഹാവേർട്സിന്റെ ഒരു അവസരം. ഷേ, ഹാവേർട്സിന്റെ അവസരം പോയി ഗൈസ്, പോയി പോയി. കയ്യിൽ ബോൾ പോയി. ഇല്ല പോയില്ല പോയില്ല, ജസ്റ്റ് വിസിന് പോയില്ല. ഓക്കെ. ഓ ഗൈസ്, പാസ് എത്തിക്കാൻ പറ്റിയില്ല അവിടെ. ഗൈസ് ഗൈസ്, ഇപ്പൊ മിക്കവാറും 1-0 കളി ജയിക്കും. നമുക്ക് ലീഡ്. ഓനോ. ഓ ഓക്കെ ഓക്കെ ഓക്കെ, രക്ഷപ്പെട്ടു ഗൈസ്. പ്യുവറായിട്ട് നമ്മള് ജസ്റ്റ് രക്ഷപ്പെട്ടു പോയി. എന്തായാലും കുഴപ്പമില്ല. ബിഷലൊക്കെ റെഡായി. ഒന്നിനും വയ്യ. ദിയാരാ കിളവന്മാരായി പോയല്ലോ. ഓക്കെ, ഒന്നിനും വയ്യ ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഓ ഓ, ഞാൻ വിചാരിച്ചു ഗോള് കയറിയത് ഗൈസ്. നമ്മുടെ ഗോൾ കീപ്പർ അത്യാവശ്യം അടിപൊളിയായിട്ട് ഗോള് കയറിയില്ല. അപ്പൊ വലിയ വിഷയമില്ല ഗൈസ്. ഓ, ഇത്തിരി പവറിൽ അടിച്ചിരുന്നത് ചിലപ്പോ അതും കൂടെ ഗോളായാലേ ഗൈസ്. നമ്മുടെ ലീഡ് വരുത്താൻ പറ്റില്ല. ടെൻഷന്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ പക്ഷേ പവറിൽ അടിക്കണമായിരുന്നു ഗൈസ്. ബൈ മിസ്റ്റേക്ക് ഗൈസ്. ഓക്കെ 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 ഓക്കെ. ഓ ഫൈനൽ മിനിറ്റ്സ് ഓഫ് ദ ഗെയിം അവന്മാർ അടിച്ചിതാക്കി തന്നു ഗൈസ്. പക്ഷെ നമ്മൾ തിരിച്ചടിക്കും, തിരിച്ചടിച്ചിരിക്കും. ഇറ്റ്സ് മീ ക്രാസോസൈ. തിരിച്ചടിച്ചിരിക്കും, തിരിച്ചടിച്ചിരിക്കും. ഓക്കെ, തിരിച്ചടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. ഓക്കെ ഓക്കെ, തിരിച്ചടിക്കണം 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 തിരിച്ചടിക്കണം. പിടി 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 പിടി, ബോള് പിടി ബോള് പിടി ബോള് പിടി. എടാ ബോള് പിടിടാ. കുഴപ്പമില്ല കുഴപ്പമില്ല. 85 ഇനി വലിയ സമയമൊന്നുമില്ല. അത് കാരണം മാക്സിമം ടാക്ടിക്സ് വെച്ച് കളിച്ചിട്ടാണ് അതിലൊരു കംബാക്ക് അടിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇപ്പം നീ പറയാൻ. വാട്ട് വാട്ട് ഓഫ് സൈഡ് ഈസ് 88. ബോൾ ഓവർ റൈലാണ് ഈസ്, ബോൾ ഓവർ റൈലാണ്. തീർന്നു, കളി തീർന്നു. മാച്ച് എൻഡഡ്. ഫൈനലി ഫസ്റ്റ് മാച്ച് തന്നെ. നിങ്ങൾ കാണുന്ന ഫസ്റ്റ് മാച്ചാണിത്. ആ മാച്ച് ഞാൻ ഇങ്ങനെ പോയി. വാട്ട് ഐ ഡു. നിങ്ങൾ കാണാത്ത മാച്ചെല്ലാം ജയിച്ചു. പക്ഷേ ഈ മാച്ച് ഡ്രോ ആവേണ്ടി വന്നു. കുഴപ്പമില്ല, നമ്മൾ ക്രിക്കറ്റ് ഇപ്പോഴും ഓൺ ദ ഫോം ആണ്. നോ വിഷയം. നമ്മളിനി കുറച്ച് പേർക്ക് റെസ്റ്റ് കൊടുക്കണം ഗീസ്. ഡ്രോ കണ്ടോ, ഡ്രോ. ക്രിക്കറ്റ് ഡ്രോ ആയിരിക്കും. ഓക്കെ, വാർസോ ലീജിയൻ ലാസ്റ്റ് മിനിറ്റ് കംബാക്ക്. ലാസ്റ്റ് മിനിറ്റ്, ലാസ്റ്റ് മിനിറ്റ് കംബാക്ക്. ഓക്കെ, ലാസ്റ്റ് മിനിറ്റ് കംബാക്ക്. അൺറാങ്ക്ഡാ ഗീസ്. അതെന്താ ഗീസ്, ഒരു ട്യൂട്ടോറിയലും കൊണ്ട് കുറെ എണ്ണം വന്നിട്ടുണ്ട്. ഇവിടെ 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 എനിക്ക് കരിയർ കളിച്ചാൽ മതി. ഇപ്പൊ കരിയർ ആണ് ഗീസ് എൻ്റെ ഒരു നോട്ടം. ഇപ്പൊ കരിയർ കളിക്കാൻ തന്നെയാണ് പ്ലാൻ. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്ത് ക്ലബിലോട്ട് പോട്ടെ ഗീസ്. എല്ലാരും ഒന്ന് നോക്കട്ടെ. ഓക്കെ, ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കട്ടെ ഗീസ്. നമുക്ക് കുറച്ചു നേരം മാറ്റി ഇറങ്ങാം. ഒന്നാമത്തത് CDM, ഇവനെ മാറ്റി ഇറങ്ങാം. ഇവനിപ്പം പവറില്ല. ഓക്കെ, പിന്നെ നമ്മുടെ ഇവൻ അലേർട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അവനെ മാറ്റി ഇറങ്ങണം. അവനെ മാറ്റി ഇവനെ ഇറക്കാം.
ഇല്ല പറ്റത്തില്ല. റൈറ്റ് വിങ് ഇവനെ ഇറക്കാം. കുറച്ച് ദിവസത്തേക്ക് ലേസ് അവിടെ അലാർട്ട് കാണിച്ചു. ഇപ്പൊ അവിടെ ആരും ഇറക്കും? റിസർവിൽ ആരൊക്കെ ഉണ്ട്? റിസർവിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. അവന്മാരിൽ ആരെയൊക്കെ ഇറക്കാം ഗെയ്സൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഹെസ്റ്റി ആയിട്ട് തൽക്കാലം ആവേഴ്സിനെ മാറ്റി ഇവനെ ഒരു കളിയിലേക്ക് ഇറക്കിയിട്ട് CB ആയിട്ട് ഇവനെ മാറ്റി ഇവനെ ഇറക്കിയിട്ട് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് മിഷലിനെ മാറ്റി ഒരു കളിയിലേക്ക് ഇവനെ ഇറക്കാം. എന്നിട്ട് ഗ്രീസ് ബാൻ ഉണ്ട് അവരെ പക്ഷെ ഇപ്പൊ ഇറക്കാൻ പറ്റില്ല. CM ആയിട്ട് ഇവനെയോ ഇവിടെ ഇറക്കാം. ഓക്കെ, ഇവിടെ അർജന്റീനിയൻ പ്ലെയറിനെ ഇറക്കി CM ആയിട്ട് CDM ആയിട്ട് പെരേഡസിനെയും കൂടെ ഇറക്കാം. മൊത്തത്തിൽ ടീമേ മാറി. പക്ഷെ എന്നാലും ഇപ്പോഴും ട്രൈ ചെയ്യാൻ പറ്റും. നമുക്കൊരു ട്രൈ ചെയ്യാം. ഓക്കെ, 1K ഇത് ഈ ഷോപ്പിൽ കാർഡ്സ് ഒന്നും ഇല്ലേ? ഒരു ആഡ് കണ്ട ഒരു കാർഡ് കിട്ടും, പക്ഷെ കാർഡ് ഇപ്പൊ വേണ്ട. വൺ കെ 3000 ലെവലിൽ പോയി നോക്കാം. ലെവൽ 3 സ്ട്രൈക്കർ ആക്കിയിട്ടുണ്ട് അവരെ. ഓക്കെ ഗൈസ്, ഇപ്പൊ 84 റിസർവിലുള്ള ആവോട്സ് 83. അപ്പൊ 20 ഇവരാണ് ഈ നമ്മുടെ സ്ട്രൈക്കർ. ഓക്കെ, ഈ കൊറിയൻ പ്ലെയർ ആണ് ഇവിടെ സ്ട്രൈക്കർ. ഓക്കെ, ഇപ്പൊ ഫുട്ബോൾ ലിസ്റ്റ് ഗെയ്സ് ഇവിടെ എന്താണ് നടക്കുന്നത്? അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഓക്കെ ഗെയ്സ്, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. സെക്കൻഡ് മാച്ച് അടുത്ത വീഡിയോ കാണാം. ഈ വീഡിയോ തന്നെ 16 മിനിറ്റ് ഉണ്ട് ഗെയ്സ്. അപ്പൊ ജേഴ്സി ഇതാണ്. നമുക്ക് വേണമെങ്കിൽ ഹോം കിറ്റ് വേണമെങ്കിൽ മാറ്റാം. ഇതിൻ്റെ അകത്ത് വേറെയോ ഓപ്ഷൻസ് ഉണ്ട്, കാണിച്ചു തരാം ഗെയ്സ്. നെക്സ്റ്റ് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ എവയാണ് കേട്ടോ, ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ഹോം ആയിട്ട് ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഇതാ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ പുതിയതല്ല, പഴയത് തന്നെയാണ് ഗെയ്സ്. പക്ഷെ എന്നാലും ഇതിനെക്കാട്ടിലും വേറെതല്ലേ ഇതുമില്ല. അല്ലെങ്കിൽ ഇതുണ്ട്, ഈ റെഡ് പരിപാടി ഉണ്ട്. അത് ഡോളോ എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം നല്ലതായിരിക്കും. എന്തായാലും ഞാൻ നോക്കട്ടെ. ബാഡ്ജ് ഇത് തന്നെ മതിയല്ലോ. ഓക്കെ, സ്റ്റേഡിയം, ടീം ട്രിബിറ്റ്, ബൊക്കാറ്റ്, പിന്നെ ആള്. ഓക്കെ ഗൈസ്, ഞാൻ ഹോം ജേഴ്സി ഇതിടാൻ കാരണം ഇതൊരു ക്ലാസിക് ഫിനിഷ് ഉണ്ടായിട്ടാണ് ഈ ഇതിട്ടേക്കുന്നത്. ഇത് തന്നെ മതി, ഇതാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ഇത് തന്നെ മതിയായിരിക്കും. ഇത് തന്നെ മതി. ഓക്കെ, ഇത് തന്നെ മതി. അപ്പം ഈ വീഡിയോ 18 മിനിറ്റ് അത്യാവശ്യം ലെങ്തായി. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ബൈ ഇറ്റ്സ് ബിയർ ഫ്രാസോ സൈനിങ് ഓഫ്. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ സബ്മിറ്റ് പറഞ്ഞില്ല. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാൽ ഞാൻ ഇനി ഇതിൻ്റെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.